സെല്ലിറ്റ് ഒരു ആശയം എന്നുള്ളതിലും ഉപരി അതൊരു ആവശ്യമാണ്. കേരളത്തിൽ അപ്രോക്സിമേറ്റ് ഒരു 23,79,000 എന്നുള്ളതാണ് ലാസ്റ്റ് ഒരു 2022-23 കാലയളവിലുള്ള ഈ പറയുന്ന സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാരുടെ കണക്ക്. പക്ഷേ അവർ ശരിക്കും ഒരു സ്ട്രഗ്ലിങ്ങില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓൺലൈൻ മാർക്കറ്റിൻ്റെ ശക്തമായ മുന്നേറ്റം, അല്ലെങ്കിൽ കോവിഡിന് ശേഷമുള്ള ഈ പറയുന്ന എല്ലാ ആൾക്കാരും അവരുടെ വീടുകളിൽ ഇരുന്നുള്ള പർച്ചേസിങ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ അവർ ശരിക്കും നെക്സ്റ്റ് അവരുടെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ബിസിനസ് ക്ലോസ് ചെയ്യുക എന്നുള്ളൊരു രീതിയാണ്. പക്ഷേ കേരളത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഈ സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രിയാണ്. ഇതിനകത്ത് ഈ അൺഓർഗനൈസ്ഡ് സെക്ടറും വരും. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത് കേരള GDPയുടെ അപ്രോക്സിമേറ്റ് 30-40% ഈ പറയുന്ന അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. അപ്പോൾ ഈ സെക്ടറിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇവർ ഡിജിറ്റലി കൺവേർട്ട് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ആപ്പ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവരെ ഡിജിറ്റലി കൺവേർട്ട് ചെയ്യുക. പഴയ ബിസിനസ്സുകാരായിരിക്കാം, അല്ലെങ്കിൽ പുതുതായിട്ടുള്ള കുറച്ച് ബിസിനസ്സുകാരുണ്ടാവാം, പക്ഷേ അവരുടെ പ്രൊഡക്റ്റ് എല്ലാവരിലേക്കും എത്തിക്കുന്നില്ല. അവർ ഓരോ ലോക്കലിൽ സ്ട്രക്കാണ്. അപ്പോൾ ഇവരെ ഈ ലോക്കലിൽ നിന്ന് മാറ്റി ഇവർക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന എത്രത്തോളം ഉണ്ടോ അത്രയും മേഖലകളിലേക്ക് ഇവരുടെ ബിസിനസ് ഡിജിറ്റലി കൺവേർട്ട് ചെയ്ത് നമ്മൾ ഈ സംഭവം എത്തിക്കും.